താങ്ക്സ്. ഹലോ ബാണു, ഹലോ. ഡോക്ടർ പറഞ്ഞു. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ. ഇത് ചെയ്ത ആളെ ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല സർ. സഹകരിക്കും. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ സാർ. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരിക്കും സാർ ആളിനെ കണ്ടില്ലേ? ആ ഇവിടെ ആയിരുന്നു. എടാ ഗപ്പി, എഞ്ചിനീയർ പള്ളക്കിട്ടാരെ കുത്തി. ആരാണെന്നറിയില്ല. അയാൾക്ക് വല്ലതും പറ്റിയോ? ചത്തില്ല. ഹോസ്പിറ്റലിൽ പെരുന്നാളിൻ്റെ ആളാ, പോലീസും പട്ടാളും. പട്ടാളോ? അത് ഞാൻ ഒരു ഗുമ്പിന് പറഞ്ഞ. നീ എന്താ അവിടെ പേടിച്ചിരിക്കുന്നത്? എടാ വെണ്ട. വെണ്ടയൊന്നല്ലേ ചെയ്ത്, ഞാൻ വെണ്ടയെ വിളിച്ചാണ്. കുന്തം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാ വെണ്ട കുത്തിയിട്ടിറങ്ങിപ്പോന്ന്. അപ്പോൾ വെണ്ട എന്നോട് നുണ പറഞ്ഞാണോ? കൊട്ടേഷൻ പണി നടത്തുന്ന വെണ്ടയ്ക്ക് നിന്നോടൊരു നുണ പറയാനാണോ പാട്? അത് ശരിയാണല്ലോ. പോലീസ് ചോദിച്ചപ്പോൾ കുത്തിയാളെ കണ്ടില്ലെന്ന് അയാൾ പറഞ്ഞു. വയറ്റി കുത്തിയാളെ കണ്ടില്ലെന്നോ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? പോലീസിന് വിശ്വാസം വന്നില്ല. എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ലെന്നാ ഓരച്ചൻ പറഞ്ഞു. വെണ്ട മൊത്തൊരു തുണി പോലും ചുറ്റാതെ വന്നത്. അവൻ പറഞ്ഞ ഞാനും കുടുങ്ങും. അപ്പോൾ വെണ്ടയ്ക്ക് നിന്റെ പേരറിയോ? എന്തിനാ പേര്? ഒരു പയ്യനാന്ന് പറഞ്ഞാൽ പോരെ? എല്ലാവർക്കും മനസ്സിലാവും ഞാനാണ്. ഇനിയിപ്പോൾ അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത് നിനക്ക് തിരിച്ചു പണി തരാനാണെങ്കിലോ? എങ്ങനെ? നിന്നെ തിരിച്ചു കുത്താനാണെങ്കിലോ? നീ തളരല്ലേ, ഞാനില്ലേ. ഇല്ലെന്ന് പറയൂ. നിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, വേഗം വിട്ടോ. നീ അത് വിട്. അമ്മേ, കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നീ അന്നെടുത്ത് വെക്കാം. അമ്മ എന്തിനാ ചൂടാക്കിയത്? ഞാൻ വന്നിട്ട് ചൂടാക്കുന്നില്ലേ? നീ എന്നെ ഒന്ന് കുളിമുറിയിലേക്ക് എത്തിക്കേ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ താമസിച്ചു. ഇനിയും താമസിച്ചാൽ വല്ല അസുഖം പിടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. നീ പോയി കഞ്ഞി കുടിക്കും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം.
ഞാനത് വായിച്ചില്ല അമ്മേ. തുറന്നു പോലും നോക്കിയില്ല. പാപ്പോയി തന്നതാ. ഞാനതെപ്പോഴേ കടലിൽ കളഞ്ഞു. ഇനി ഒരിക്കലും ചെയ്യില്ലമ്മേ. അമ്മേ, ഇതൊക്കെ തെറ്റാണെന്ന് കാണിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. സോറി അമ്മേ. അത് സാരമില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റും. അതങ്ങ് ക്ഷമിക്കണം, അത്ര തന്നെ. കള്ളത്തരത്തെ ഇറങ്ങുമ്പോ കൂർക്കം വലിക്കാൻ മറക്കല്ലേട്ടോ അമ്മേ. അശ്ശോ, ഞാനതങ്ങ് മറന്നു. ഡാ, ഞാൻ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിഷമായോ? വിഷമായോന്നോ? ഞാൻ ആ കടാപ്പുറത്തോടി പാടി പാടി കുറച്ചേരം സുഖമായിട്ട് കിടന്നുറങ്ങി. ഓ, എനിക്ക് ഉറക്കം വരുന്നില്ലടാ. അതെന്താ? നീ കുളിപ്പിക്കാത്ത കാരണം ഞാനിന്ന് കുളിച്ചില്ല. രാവിലെയും കുളിച്ചില്ലേ? ഇല്ല, നീ പോയ ശേഷം ഞാനിങ്ങ് പോന്നു. വൈകുന്നേരവും കുളിച്ചില്ല. ചൊറിയുന്നില്ല ദേഹം മുഴുക്കെ. ഇച്ചിരി വെള്ളം എടുത്ത് വെക്ക അടുപ്പിൽ. ഞാൻ കുളിച്ചിട്ട് കിടന്നോളാം.